സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ പ്രഭാത ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഒരു പ്രശസ്ത വീണ വായനക്കാരൻ്റെ സഹോദരനായ ഒരു കൽപ്പണിക്കാരനെക്കുറിച്ച് ഒരു കഥ ഇപ്രകാരമുണ്ട്. ഒരു ദിവസം ആ തൊഴിലാളി താൻ ജോലി ചെയ്യുന്ന കെട്ടിട നിർമ്മാണ കമ്പനിയുടെ മേധാവിയുമായി സംസാരിക്കുകയായിരുന്നു. ലോകത്തിലെങ്ങും അറിയപ്പെടുന്ന ഒരു സഹോദരൻ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണല്ലോ എന്ന് പറഞ്ഞ ശേഷം തൻ്റെ തൊഴിലാളിയുടെ അഭിമാനത്തിന് ക്ഷതമുണ്ടാക്കേണ്ട എന്ന് വിചാരിച്ച് അദ്ദേഹം ഇപ്രകാരം തുടർന്നു: ഒരേ കുടുംബത്തിൻ്റെ അംഗങ്ങൾക്ക് തന്നെയും താലന്തുകൾ തുല്യമായിട്ടല്ല നൽകപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വസ്തുത നാം അംഗീകരിക്കാതെ നിവൃത്തിയില്ല. അത് ശരിയാണ്, കല്ലാശാരി മറുപടി പറഞ്ഞു. എൻ്റെ സഹോദരനാണെങ്കിൽ കൽപ്പണിയുടെ ആദ്യ പാഠം പോലും അറിവില്ല. അയാൾക്ക് ഒരു കെട്ടിടം പണിയണമെങ്കിൽ അനേകരെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. അതിന് ചെലവിടാൻ ഏതായാലും അയാൾക്ക് പണമുണ്ട് എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. തനിക്കുള്ള താലന്ത് തൻ്റെ സഹോദരൻ്റേതിനേക്കാൾ വില കുറഞ്ഞതാണെന്ന് ആ കൽപ്പണിക്കാരൻ ഒരിക്കലും ചിന്തിച്ചില്ല. നിങ്ങളുടെ തൊഴിൽ അല്ലെങ്കിൽ ജോലി എന്തു തന്നെ ആയാലും അത് നിങ്ങളെയും മറ്റുള്ളവരെയും സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനിൽ പെട്ടതാകുന്നു എന്ന് തന്നെയാണ് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നാം ചിന്തിക്കേണ്ടത്. വേല ഒരു അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് നമ്മുടെ താലന്തുകൾ പ്രയോജനപ്പെടുകയും നമ്മുടെ പ്രവൃത്തിയിൽ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുകയും ചെയ്യുമ്പോൾ അതങ്ങനെ തന്നെയാണ്. നമ്മുടെ പ്രയത്നങ്ങൾ സൃഷ്ടിപരവും മറ്റുള്ളവർക്ക് പ്രയോജനകരവുമാണെങ്കിൽ അവ നിസ്സാരമെന്നോ തരം താഴ്ന്നവയെന്നോ നാം കരുതേണ്ട ആവശ്യമില്ല. ദൈവം നമുക്ക് തന്നിട്ടുള്ള കഴിവുകളെ ശരിയായി ഉപയോഗിക്കുകയും ആ വിധത്തിൽ സത്യസന്ധമായ ഒരു ജീവിതം നയിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ജോലിയെ സംബന്ധിച്ച് നമുക്ക് അശേഷം ലജ്ജിക്കേണ്ട കാര്യമില്ല. നേരെ മറിച്ച് നമ്മുടെ വേലയെക്കുറിച്ച് നമുക്ക് അഭിമാനവും സംതൃപ്തിയും തോന്നണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷേ ഒരു കൽപ്പണിക്കാരനോ അധ്യാപകനോ പ്ലംബറോ ഡോക്ടറോ ആശാരിയോ മെക്കാനിക്കോ കമ്പനി മാനേജറോ ആരായിരുന്നാലും നമ്മുടെ ജോലി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് ഉതകുന്നതാണെങ്കിൽ നമുക്കതിനെപ്പറ്റി അഭിമാനം കൊള്ളാവുന്നതാണ്. നമുക്കായി മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവത്തെ സേവിക്കുന്നതിനുള്ള ഒരു ഉപാധിയായിട്ടാണ് നമ്മുടെ വേലയെ ദൈവം കാണുന്നത് എന്ന് എപ്പോഴും ഓർത്തുകൊള്ളണം. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 3, 4, 5 വാക്യങ്ങൾ ഇപ്രകാരം നമ്മളോട് പറയുന്നു: യഹൂദാ ഗോത്രത്തിൽ ഹൂരിൻ്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ച ദൈവം അവൻ്റെ കഴിവുകളെ മോശയോട് വിവരിക്കുന്നതായ ഭാഗമാണ്. അവൻ കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന് വെള്ളി താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടി പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വ്യത്യസ്ത ജീവനോപാധികൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവ നിറവേറ്റുവാനായി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിവിധങ്ങളായ താലന്തുകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവനാമം മഹത്വപ്പെടണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ ഞങ്ങളുടെ പ്രവൃത്തികൾ ചെയ്യുവാൻ ആവശ്യമായ കൃപ ഞങ്ങൾക്ക് നൽകണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.